BaBu Monz TeChz എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളൊരു പുതിയൊരു അൺബോക്സിങ് വീഡിയോ അല്ല, പ്രീ അൺബോക്സ്ഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ഫോണുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഉണ്ടാക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് Realme Narzo 35G എന്ന് പറയുന്ന ഫോൺ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കണ്ടോ, ഫുൾ ഒരു സിൽവർ ഡൗൺവേർഡ് താഴോട്ടേക്ക് പോകുന്ന പോലത്തെ ഒരു സിൽവർ സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്, നല്ല തിളക്കലുള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആദ്യം നമുക്ക് സിം സ്ലോട്ട് വരുന്നുണ്ട്, പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ താഴത്തെ ഭാഗത്തിൽ നമുക്ക് സ്പീക്കറുകൾ വരുന്നുണ്ട്, ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു മൗത്ത് ഇയർ പീസ് അങ്ങനെ എന്താ പറയുക, പിന്നെ ഒരു 3.5mm ജാക്ക്. ഓക്കെ, പിന്നെ ഇതിന് 18 വാട്ട്സിൻ്റെ ചാർജർ വരുന്നുണ്ട്, അതിനെ കൊണ്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ഓക്കെ, പിന്നെ ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ പറ്റി പറയാനാണ്, റിയൽമീൻ്റെ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറേ ബ്ലോട്ട്വെയർ വരുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ റിയൽമി കമ്മ്യൂണിറ്റി, റിയൽമി ആപ്സ്, റിയൽമി ലിങ്ക്, റിയൽമി സ്റ്റോർ അങ്ങനെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ആഡിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് ആഡ്സ് ഇങ്ങനെ റിയൽമിൻ്റെ സൈഡിൽ നിന്ന് ആഡ്സ് വരും, പക്ഷെ അത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഡിസ്പ്ലേനെ പറ്റി പറയാനാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ HD+ 90Hz റിഫ്രഷ് റേറ്റ് വരുന്ന സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. ഓക്കെ, 600 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് കാണാമല്ലോ ഇപ്പോൾ. ഓക്കെ, അതുപോലെ OSIൻ്റെ വിഷ്വൽ എഫക്റ്റ് വരുന്നത് അതെന്ന് വെച്ചാൽ കുറച്ച് കളർ വിവിഡായിട്ട് കാണിക്കും, കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആയിട്ടുള്ള കളേഴ്സ്, കോൺട്രാസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഡാർക്ക് മോഡ് ഉണ്ട്. ഓക്കെ, ഡാർക്ക് മോഡ് നോർമലി നമുക്ക് സെറ്റിങ്സ് പോയി ചെയ്യേണ്ടതാണ്, പക്ഷേ ഇതിൽ നേരെ നോട്ടിഫിക്കേഷൻ ബാറിൽ കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറ്റി പറയാനാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഒരേ ഒരു വേരിയൻ്റാണ് വരുന്നത്. ഓക്കെ, 6GB റാമും 128GB UFS 2.1ൻ്റെ സ്റ്റോറേജും. ഓക്കെ, അതും ഇതിൽ Android 11 ആണ് വേർഷൻ വരുന്നത്. അതേപോലെ ഇതിൻ്റെ റാം നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം, നിങ്ങൾക്ക് റാമിൻ്റെ കൂടുതൽ ആവശ്യം വരുന്ന സമയത്ത്. ഇതിൽ ഇപ്പം കണ്ടോ 6+2GB. ഓക്കെ, നോർമലി 6 ആണുള്ളത്, പിന്നെ നിങ്ങളെ സ്റ്റോറേജ് അത് കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ അവൈലബിൾ സ്റ്റോറേജ് വരുന്നത് 95.4 ആണ് സ്റ്റോറേജ് വരുന്നത്. ഓക്കെ, പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിനെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾക്കിതിൽ ലേറ്റസ്റ്റ് Android 11 വിത്ത് Realme UI 2.0 ആണ് കിട്ടുന്നത്. ഇനി ക്യാമറാസിനെ പറ്റി പറയാനാണെങ്കിൽ ബാക്കിൽ 4 ക്യാമറ പോലെ കാണും, പക്ഷേ 3 ക്യാമറ ആണുള്ളത്. ഒന്ന് 64MP-ൻ്റെയും പിന്നെ ഒരു 2MP-ൻ്റെ മാക്രോം, പിന്നെ 2MP-ൻ്റെ വേറെ എന്തൊരു ക്യാമറ ഉണ്ട്. ഓക്കെ, പിന്നെ ഫ്രണ്ടിൽ 16MP-ൻ്റെ ആണ് ക്യാമറ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും ഇല്ലെങ്കിൽ വീഡിയോൻ്റെ എല്ലാം ഒരു കളർ എന്ന് പറയുന്നത് കുറച്ചും കൂടി കോൺട്രാസ്റ്റ് കൂടിയതാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഫിൽറ്ററിൻ്റെ ആണ്, പക്ഷേ നോർമലിലും കുറച്ച് കോൺട്രാസ്റ്റ് കൂടുതൽ. നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, ഞാൻ ഒരു നോർമൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇതാണ് എടുക്കുന്നത്, പക്ഷേ അത് കുറച്ചും കൂടിയും കളേഴ്സ് കൂടിയിട്ടാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഷൂട്ടിംഗ് റെസൊല്യൂഷൻ എന്നെല്ലാം പറയുന്നത് 180p 30 FPS-ഉം 720p 30 FPS ആണ്, എല്ലാം 30 FPS തന്നെയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഓവറോൾ ഈ ഫോണിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി വരുന്നത് 5000mAh, ക്യാമറ 48MP ബാക്കത്തെ, പിന്നെ മുമ്പത്തെ ക്യാമറ 16MP, പിന്നെ ഇതിൻ്റെ സ്റ്റോറേജാണ് 128ഉം പിന്നെ 6GB റാം ഉണ്ട്. പ്രൊസസ്സർ നല്ലതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 16,500 ആണ്. പിന്നെ ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് റൈസിങ് ബ്ലൂവും പിന്നെ ഈ സിൽവർ കളറും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു നല്ല ഫോണല്ല. ഈ പ്രൈസിന് നിങ്ങൾക്ക് നല്ല വേറെ ഫോൺസ് കിട്ടും. പ്രൊസസ്സറും സംഭവം നല്ലതാണ്, പക്ഷേ ക്യാമറയും ബാക്കി എല്ലാം അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്, എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഇത് റെക്കമെൻഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. BaBu Monz TeChz.